blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും വലിയ അനുഗ്രഹങ്ങളും നന്മകളും ഓരോ എപ്പിസോഡിലൂടെയും ഈ ആഴ്ചയിൽ നിങ്ങളുടെ അടുക്കൽ എത്തിച്ചേരുമ്പോൾ ഒരു എപ്പിസോഡ് പോലും കാണാൻ മറക്കരുത്. നമുക്ക് ഈ സമയത്ത് ലോകം എമ്പാടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി ആദ്യമേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല യേശുവേ, ഞങ്ങൾ ചേർന്ന് അങ്കമാലിയിൽ നിന്നുള്ള വത്സല ടീക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നല്ലോ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവേ തന്നെ സകല ജന്മദിന നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിന്ധുവിനായി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം തൻ്റെ വിവാഹം നടക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ. മൂന്നാറിൽ നിന്നുള്ള ഷിജിമോനും ഷാലിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ. ഞങ്ങൾ ചേർന്ന് കർത്താവെ ആ കുടുംബജീവിതത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. വിവാഹത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. മാത്രമല്ല എത്രയും വേഗം അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള റൺസിക്കും റിയായ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെയ് 14 അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അവർ സെലിബ്രേറ്റ് ചെയ്തല്ലോ. ഞങ്ങൾ ചേർന്ന് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു വിവാഹ ജീവിതം യേശുവിനോടൊപ്പം അവർക്കുണ്ടാകാൻ കർത്താവ് കൈനീട്ടി അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. In holiness. നമുക്ക് ഒരുമിച്ച് യാത്രയാകാം. വിശുദ്ധിയിൽ വളരുക. One of the things we all should know as a Christian or as a believer is that we need to grow in holiness every day. നമ്മളൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന കാര്യമാണ് നമ്മൾ ദിനംതോറും നമ്മൾ വിശുദ്ധിയിൽ വളരേണ്ടത് ആവശ്യമാണ്. In other words, we should not be satisfied with the level of holiness that we have today. അതിൻ്റെ അർത്ഥം ഇതാണ്, ഇന്ന് നമുക്കുള്ള ആ വിശുദ്ധിയുടെ നിലവാരത്തിൽ നമ്മൾ തൃപ്തി അടയരുത്. 2 Corinthians chapter 7 and verse number 1. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാമത്തെ വചനം. I love this verse. ഈ വചനം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. Therefore, since we have these promises, dear friends, let's purify ourselves from everything that contaminates body and spirit, perfecting holiness out of reverence for God. പ്രിയ സ്നേഹിതരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തെയും ആത്മാവിനെയും മലിനമാക്കുന്ന എല്ലാറ്റിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തിൽ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരാം. Hallelujah. Hallelujah. So Apostle Paul is urging us so that we will attain the perfection of holiness day by day. And for that we have to put all our efforts. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഓരോ ദൈവമക്കളെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മൾ എപ്രകാരമെങ്കിലും വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാനായിട്ട് നിങ്ങൾ സകല അധ്വാനവും ചെയ്യുക. Hallelujah. Hallelujah. So many people are struggling in their lives, putting all efforts to become rich people. പല ആളുകളും എല്ലാ അധ്വാനത്തിലും എല്ലാ സകലവിധ രീതിയിലും പരിശ്രമിച്ചുകൊണ്ട് പണക്കാരായി സമ്പന്നരായി മാറാൻ ശ്രമിക്കുന്നു. Trying every day, preparing every day so that they can write some exams and they can somehow obtain promotion in their job. ചില ആളുകൾ അവരുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനായി ചില ടെസ്റ്റുകൾ എഴുതി പരീക്ഷകൾ എഴുതി ജയിക്കുവാനായി വളരെ കഠിനാധ്വാനം ചെയ്യുന്നു. Some people are making a lot of struggles so that they can take more degrees in life, so that they will be exalted or promoted in life. ചില ആളുകൾ കിണഞ്ഞു പരിശ്രമിക്കുന്നത് അവർക്ക് ചില ഡിഗ്രികൾ കരസ്ഥമാക്കി അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാനാണ്. But Paul is saying, make all your efforts so that you will climb one level of holiness to the next level, and finally you will reach the perfection of holiness. എന്നാൽ പൗലോസ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ വിശുദ്ധിയിൽ നിന്നും അടുത്ത വിശുദ്ധിയിലേക്ക് കടന്ന് അങ്ങനെ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാനായി നിങ്ങൾ പരിശ്രമിക്കുക. And I can give you one more verse, Hebrews chapter 12 and verse number 4. എബ്രായ ലേഖനം 12-ാം
അധ്യായം 4-ാമത്തെ വചനം കൂടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. In your struggle against sin, you have not yet resisted to the point of shedding your blood. പാപത്തോടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഇതുവരെ രക്തം ചൊരിയുവോളം എതിർത്ത് നിന്നിട്ടില്ല. What do you understand? എന്ത് മനസ്സിലായി? All of us, we try to resist sin to a certain extent. നമ്മൾ എല്ലാവരും പാപത്തെ ഒരു ചില പരിധികൾ വരെയൊക്കെ നമ്മൾ തടഞ്ഞു നിർത്താൻ ശ്രമിക്കാറുണ്ട്. But sometimes we succumb again to temptations. പക്ഷേ പലപ്പോഴും നമ്മൾ ആ പ്രലോഭനത്തിലേക്ക് നമ്മൾ തലകുത്തി വീഴുന്നു. But here the word of God says you have to resist against sin in your struggle against sin to the point of shedding your blood. എന്നാൽ വചനം പറയുകയാണ് പാപത്തോട് നമ്മൾ പോരാടുമ്പോൾ നമ്മുടെ രക്തം ചൊരിയുവോളം നമ്മൾ എതിർത്ത് നിൽക്കണം. As I told you the other day, holiness is costlier, or holiness is more important than our own life. ഞാൻ ഒരു ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ വിശുദ്ധി എന്നുള്ളത് നമ്മുടെ സ്വന്തം ജീവനേക്കാൾ വിലയുള്ളതാണ്. So God's will for us is to grow in holiness. നമ്മൾ വിശുദ്ധിയിൽ വളരുക എന്നതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. Tell your neighbor, God's will for you is to grow in holiness. അടുത്തിരിക്കുന്ന ആളെയോടൊന്ന് പറഞ്ഞേ, നിങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. Hallelujah. Hallelujah. See, if you want to become a great cricket star, നിങ്ങൾക്കൊരു വലിയൊരു ക്രിക്കറ്റ് സ്റ്റാർ ആയി മാറണമെങ്കിൽ first what happens is a great passion for becoming a cricket star will develop inside of you. ആദ്യം സംഭവിക്കുന്നത് ഒരു വലിയ ക്രിക്കറ്റ് താരമാകുവാനുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ. If you want to become a film star, ഒരു സിനിമാ താരമാകണമെങ്കിൽ a passion will develop first inside of you. നിങ്ങളുടെ അകത്ത് ആദ്യം ഒരു ആവേശം ഉണ്ടാവും. Hallelujah. Hallelujah. Everybody's a passion. എല്ലാവരും പറയാമോ ആവേശം? One more time. ആവേശം. Again. ആവേശം. Again. ആവേശം. Again. ആവേശം. So first, what should we have inside? നമ്മുടെ അകത്ത് ആദ്യം ഉണ്ടാകണം Passion for what? എന്തിനുള്ള ആവേശം? To grow in holiness. കർത്താവിന്റെ വിശുദ്ധിയിൽ വളരുവാനുള്ള ഒരു ആവേശം. Hallelujah. ഹല്ലേലൂയ. Show me your right hand like this. ഇതുപോലെ നിങ്ങളുടെ വലത് കൈ കാണിക്കാമോ? Everywhere. എല്ലായിടത്തും എല്ലാവരും. Beautiful hands. നല്ല ഭംഗിയുള്ള കരങ്ങൾ. Hallelujah. ഹല്ലേലൂയ. Created by the great creator. ഏറ്റവും വലിയ സൃഷ്ടാവിനാൽ സൃഷ്ടിക്കപ്പെട്ടത്. Place that hand like this. ഇത് നിങ്ങളുടെ ശിരസിലേക്ക് ഇതുപോലെ വെക്കുക. And pray after me. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. Lord, fill me with a passion for holiness today. കർത്താവേ, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു തീക്ഷ്ണതയാൽ എന്നെ നിറക്കണമേ. പറ കുഞ്ഞുങ്ങളെ. കർത്താവേ, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു തീക്ഷ്ണതയാൽ എന്നെ നിറക്കണമേ. പ്രാർത്ഥിച്ചോ. Put your hands down. കരങ്ങൾ താഴെ ഇടാം. You can continue to pray like that. അതുപോലെ നിങ്ങൾ Pray പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. that every day എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. until that passion comes in you. നിങ്ങളുടെ അകത്ത് ആ ഒരു ആവേശം ഉടലെടുക്കുന്നത് വരെ. Now listen to this. ശ്രദ്ധിച്ചാൽ Something very important. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. Who is a holy man? ആരാണ് വിശുദ്ധനായ വ്യക്തി? A holy man is not the one who cannot sin. ഒരിക്കലും പാപം ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയല്ല വിശുദ്ധൻ. But a holy man is a person who will not sin. ഒരു വിശുദ്ധൻ എന്നത് പാപം ചെയ്യാത്തവനാണ്. Meaning, അതിന്റെ അർത്ഥം even though there are opportunities, even though there are occasions, even though the environment is there, he is not willing to sin. പാപം ചെയ്യുവാനുള്ള സകല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അതിനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടായിട്ടും അത് ചെയ്യാതെ ഇരിക്കുന്നവരാണ് വിശുദ്ധൻ. Hallelujah. ഹല്ലേലൂയ. Once upon a time, Jesus was completely in heaven with the Father. ഒരിക്കൽ യേശു പൂർണ്ണമായും തന്റെ പിതാവിനോടൊപ്പം സ്വർഗ്ഗത്തിലായിരുന്നു. Hallelujah. ഹല്ലേലൂയ. But Jesus loved us more than heaven. പക്ഷേ യേശുവിന് സ്വർഗ്ഗത്തേക്കാൾ നമ്മോട് ഇഷ്ടം തോന്നി. Hallelujah. ഹല്ലേലൂയ. The Bible says we were sinners, we were bad people. ബൈബിൾ പറയുന്നു നമ്മൾ പാപികളായിരുന്നു, നമ്മൾ അശുദ്ധരായിരുന്നു. But still he loved us and came here. പക്ഷേ അവൻ നമ്മളെ അപ്പോഴും സ്നേഹിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നു. To show the full love for us, he came as a human being into this world. നമ്മോടുള്ള സ്നേഹം പൂർണ്ണമായി പ്രകടിപ്പിക്കുവാനായി അവൻ ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് He വന്നു. had flesh and bones. അവന് ശരീരവും He was അസ്ഥികളുണ്ടായിരുന്നു. living inside of a body just like that we have today. നമുക്ക് ഇന്നുള്ള ശരീരം പോലെ ഇതുപോലൊരു ശരീരത്തിനകത്ത് യേശു വസിച്ചു. And when he was living here 30 plus years, താൻ 30-ൽ പരം വർഷങ്ങൾ ഇവിടെ ജീവിച്ചപ്പോൾ if he wanted, he could sin. അദ്ദേഹത്തിന് വേണമെങ്കിൽ പാപം ചെയ്യാമായിരുന്നു. But he would not. പക്ഷെ അവൻ ചെയ്യില്ല. Why? എന്തുകൊണ്ട്? He decided that on earth he would not sin, not even one sin. അവൻ തീരുമാനിച്ചിരുന്നു ഈ ഭൂമിയിൽ ഒരു പാപവും പോലും എന്നിൽ നിന്ന് ഉണ്ടാകുകയില്ല എന്ന് തീരുമാനിച്ചു. Hallelujah. ഹല്ലേലൂയ.
That's how we should live. അതുപോലെയാണ് നാം ജീവിക്കേണ്ടത്. Even after born again experience, sometimes you'll be tempted to sin. നമ്മൾ വീണ്ടും ജനിച്ച ശേഷവും നമ്മൾ പാപത്തിലേക്ക് പ്രലോഭനത്തിലകപ്പെടാം. So God is not making us a person who cannot sin when we are saved. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ഒരിക്കലും പാപം ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയാക്കിയല്ല കർത്താവ് നമ്മളെ മാറ്റുന്നത്. But inside of us we should have a commitment or a decision, strong decision that we will not sin. പക്ഷേ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു കഠിനമായ തീരുമാനം ഉണ്ടായിരിക്കണം, ഞാൻ പാപം ചെയ്യുകയില്ല. Hallelujah. ഹല്ലേലൂയ. How many of you want to take that decision today? എത്ര പേർക്ക് ആ തീരുമാനം എടുക്കാൻ ആഗ്രഹമുണ്ട്? Upon that decision, the empowerment of the Holy Spirit will come. ആ തീരുമാനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണം കടന്നു വരും. Now, without the Holy Spirit's help, we cannot refrain ourselves from sinning. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ ഒരിക്കലും നമുക്ക് പാപത്തിൽ നൊഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. Hallelujah. ഹല്ലേലൂയ. And usually I say this to people. ഞാൻ സാധാരണ ഇപ്രകാരം ആൾക്കാരോട് If പറയാറുണ്ട്, there is holiness inside, that will be reflected outside also. നിങ്ങളുടെ അകത്ത് വിശുദ്ധി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പുറത്തും പ്രകടമാകും. നിങ്ങളുടെ അകത്ത് വിശുദ്ധി ഉണ്ടെങ്കിൽ അത് പുറത്തു പ്രകടമാകും. If there is unholiness inside, that also will be expressed outside. അകത്ത് അശുദ്ധി ഉണ്ടെങ്കിൽ അതും പുറത്തു പ്രകടമാകും. Sometimes I speak to youths and I say, if you are leading a holy life or not, I can know even when I check your mobile phones. ഞാൻ പലപ്പോഴും ഇവിടെയുള്ള യുവതിവാക്കന്മാരോട് പറയാറുണ്ട്, നിങ്ങൾ വിശുദ്ധിയുള്ള ജീവിതമാണോ എന്ന് നയിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എനിക്ക് നിങ്ങളുടെ മൊബൈൽ വേണേ പരിശോധിച്ച് The നോക്കാം. contacts you have saved, നിങ്ങളുടെ അകത്തുള്ള കോണ്ടാക്ട്സുകൾ, the photos you have stored, നിങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫോട്ടോകൾ, the videos you have saved, നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ, all will tell others that whether you are leading a holy or unholy life. അത് വിളിച്ചു പറയുന്നു നിങ്ങൾ ഒരു വിശുദ്ധ ജീവിതമാണോ അശുദ്ധിയുടെ ജീവിതമാണോ So നയിക്കുന്നത്. holiness is expressed through whatever you do, whatever you talk, how you behave on earth. വിശുദ്ധി നിങ്ങൾ ഈ ഭൂമിയിൽ എങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, ഇതിലൂടെ എല്ലാം പ്രകടമാകുന്നതാണ്. Holiness is a way of life. വിശുദ്ധി എന്നത് ഒരു ജീവിത ശൈലിയാണ്. Holiness is a lifestyle. ഇതൊരു ജീവിത ശൈലിയാണ്. Holiness is a choice. വിശുദ്ധി എന്നൊരു തിരഞ്ഞെടുപ്പാണ്. Hallelujah. ഹല്ലേലൂയ. You can choose that today. അത് നിങ്ങൾക്ക് ഇന്ന് തിരഞ്ഞെടുക്കുവാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. You can deceive people. നിങ്ങൾക്ക് ആളുകളെ വഞ്ചിക്കാൻ You കഴിയും, cannot deceive God. പക്ഷെ ദൈവത്തെ വഞ്ചിക്കാൻ പറ്റില്ല. Hallelujah. ഹല്ലേലൂയ. See, you can be a very good man, a gentleman, a decent man in the blessing center. ബ്ലെസ്സിംഗ് സെന്ററിനകത്ത് നിങ്ങൾക്ക് ഒരു മാന്യനായ വൃത്തിയുള്ള മനുഷ്യനാകാൻ കഴിയും. And when you go out, you can drink, you can smoke. എന്നാൽ പുറത്തു പോകുമ്പോൾ നിങ്ങൾ പുകവലിക്കുകയോ കുടിക്കുകയോ ചെയ്യാം. And when you come back next Sunday, you can participate in the Lord's Supper so that all will know that I am a holy person. നിങ്ങൾ പിറ്റേ ഞായറാഴ്ച പതിവ് പോലെ വന്ന് കർത്താവിന്റെ മേശയിൽ നിന്ന് അപ്പവും വീഞ്ഞും എല്ലാവരും കാണുമ്പോൾ വലിയ വിശുദ്ധനായ വ്യക്തി. So some people, they show repentance only at the Lord's table. ചില ആളുകൾ ആകെ കൂടി മാനസാന്തരം കാണിക്കുന്നത് കർത്തൃമേശയുടെ മുമ്പിൽ. Oh, bread is coming. Lord, forgive all my sins. അപ്പം വരുന്നുണ്ട്, കർത്താവേ എന്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കണേ. Don't kill me, Lord. കർത്താവ് എന്നെ കൊല്ലല്ലേ. I'm going to drink the wine. ഞാനിപ്പോ വൈൻ കുടിക്കാൻ It's പോവുകയാണ്. the blood of Jesus. യേശുവിന്റെ രക്തമാണ്. Don't kill me. കർത്താവേ I'm sorry. ഞാൻ I will not sin again. ഞാൻ ഇനി പാപം ചെയ്യില്ല കേട്ടോ. And on Monday, back to normal. തിങ്കളാഴ്ച പഴയ അവസ്ഥ തന്നെ. You cannot mock God. ദൈവത്തെ നിങ്ങൾക്ക് പറ്റിക്കുവാൻ You പറ്റില്ല. cannot deceive God. കർത്താവിനെ വഞ്ചിക്കുവാൻ കഴിയുകയില്ല. You can pretend holiness, but a pretended holiness is not genuine holiness. നിങ്ങൾക്ക് വിശുദ്ധി അഭിനയിക്കാൻ കഴിയും, എന്നാൽ അഭിനയിക്കുന്ന വിശുദ്ധി വിശുദ്ധിയല്ല. ഒന്നുകൂടി പ്രസംഗിക്കൂ സാറേ. നിങ്ങൾക്ക് വിശുദ്ധി അഭിനയിക്കാൻ കഴിയും, എന്നാൽ അഭിനയിക്കുന്ന വിശുദ്ധി വിശുദ്ധിയേ അല്ല. നിങ്ങൾക്ക് വിശുദ്ധി പുറത്ത് അഭിനയിക്കാൻ സാധിക്കും, എന്നാൽ നിങ്ങൾ അഭിനയിച്ച് കാണിക്കുന്നത് അത് വിശുദ്ധിയല്ല. ആ സ്റ്റെപ്പിലോട്ട് ഇറങ്ങി അതൊന്നുകൂടി പറഞ്ഞു നടുക്ക്, എല്ലാവരും കേൾക്കട്ടെ, നടുക്ക്. നിങ്ങൾക്ക് വിശുദ്ധി അഭിനയിക്കുവാൻ കഴിയും, എന്നാൽ അഭിനയിക്കുന്ന വിശുദ്ധി വിശുദ്ധിയല്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശുദ്ധി അഭിനയിക്കാൻ കഴിയും, എന്നാൽ അഭിനയിക്കുന്ന വിശുദ്ധി വിശുദ്ധിയല്ല. Think break for 1 minute. You can think about that. ഒരു മിനിറ്റ് നിങ്ങൾക്ക് ചിന്തിക്കുവാനുള്ള ഇടവേള തരികയാണ്. Think അതിനെക്കുറിച്ച് ചിന്തിക്കുക. at the same time. അപ്പോൾ തന്നെ
God is not looking for perfect vessels so that he can use. God is looking for purified vessels. അപ്പോൾ തന്നെ ദൈവം വളരെ എല്ലാം തികഞ്ഞ ഒരു പാത്രത്തെ എല്ലാം ഉപയോഗിക്കുവാനായി നോക്കുന്നത് കർത്താവ് കഴുകി വൃത്തിയാക്കിയ ഒരു പാത്രത്തെയാണ് കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. If he were looking for perfect vessels, we would not be standing here. കർത്താവ് എല്ലാം തികഞ്ഞ ഒരു പാത്രത്തെയാണ് നോക്കിയിരിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഈ സ്റ്റേജിൽ നിൽക്കുകയില്ല. But he is looking for purified vessels. പക്ഷെ അവൻ ശുദ്ധീകരിക്കപ്പെട്ട കഴുകപ്പെട്ട പാത്രങ്ങളെയാണ് നോക്കുന്നത്. 2 Timothy chapter 2 and verse number 21. 2 തിമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വചനം. Those who cleanse themselves from the latter will be instruments for special purposes. Some translations say noble purposes, made holy, useful to the master, and prepared to do any good work. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗപ്രദവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. There is a great principle here. ഇതിവിടെ വലിയൊരു തത്വമുണ്ട്. How many of you here, how many of you attending this service really want to be used by God? ഇവിടെ ഇരിക്കുന്ന അറ്റൻഡ് ചെയ്യുന്നവരിൽ എത്ര പേർ കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? Show me your hands. നിങ്ങളുടെ കരങ്ങളൊന്ന് കാണട്ടെ. Hallelujah. ഹല്ലേലൂയ. This is a blessed blessing center. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ബ്ലെസ്സിംഗ് Because so many wants to be used by the Lord. പല ആളുകളും കർത്താവിനാൽ പ്രയോജനപ്പെടുവാൻ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ്. But this verse says, if God should use you, you should cleanse yourself. You should purify yourself. എന്നാൽ ഈ വചനം പറയുകയാണ് കർത്താവ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം, ശുദ്ധീകരിക്കണം. Because God wants to use a purified vessel. കാരണം കർത്താവ് കഴുകപ്പെട്ട വൃത്തിയാക്കപ്പെട്ട ഒരു പാത്രത്തെയാണ് ഉപയോഗിക്കുന്നത്. Lift your hands. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയാലും Pray, Lord, I want to purify myself so that you can use me. ഒന്ന് എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാലും കർത്താവേ ഞാൻ എന്നെ തന്നെ ഞാൻ കഴുകാൻ പോവുകയാണ്, എന്നെ തന്നെ ഞാൻ വിശുദ്ധീകരിക്കാൻ പോവുകയാണ്, അങ്ങേക്ക് എന്നെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം യോഗ്യമായ ഒരു പാത്രമായി എന്നെ ഞാൻ വിശുദ്ധീകരിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. Praise God. Praise the Lord. From today, let that purification happen. ഇന്ന് മുതൽ ആ വിശുദ്ധീകരണം നടക്കട്ടെ. Now the following thing everything is important, but the next thing is more important. എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. അടുത്ത് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. Then after that comes the most important thing. അതിനുശേഷം അതിലും പ്രധാനപ്പെട്ട കാര്യം. Then after that comes super most important thing. അതിന്റെ ഏറ്റവും അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയും. Hallelujah. Hallelujah. Usually a person comes to a blessing center as a last place. സാധാരണഗതിയിൽ ബ്ലെസ്സിംഗ് സെന്ററിനകത്തേക്ക് ഒരു വ്യക്തി വരുന്നത് മുട്ടാവുന്ന എല്ലാ വഴികളും മുട്ടി നോക്കി അവസാന ശ്രമം എന്നല്ല, അവസാനത്തെ പിടിവള്ളി എന്ന രീതിയിലാണ് കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നത്. Hello. But once they come, എന്നാൽ ഒരിക്കൽ അവർ വന്നാൽ the hands of the Lord will move for them. കർത്താവിന്റെ കരങ്ങൾ അവരുടെ മേൽ പ്രവർത്തിക്കുന്നു. Some people come in full of debts. പല ആളുകളും കടത്തിൽ മുങ്ങിയാണ് വരുന്നത്. Some people come because of marriage problem. പല ആളുകളും വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുന്നു. Some people come because of their sickness. ചില ആളുകൾ രോഗികളായതുകൊണ്ട് വരുന്നു. Some people come because the relationship was broken. ചില ആളുകൾ അവരുടെ ബന്ധങ്ങൾ തകർന്നു പോയതുകൊണ്ട് വരുന്നു. Some people come because of their emptiness or frustration or disappointment or depression or oppression or suppression. ചില ആളുകൾ അവരുടെ ജീവിതത്തിലെ എല്ലാവിധമായ കഷ്ടതകളും പ്രശ്നങ്ങളും തകർച്ചകളും കൊണ്ട് കടന്നു വരുന്നു. But in any shape you come, Jesus is a compassionate God. നിങ്ങൾ ഏത് ഷേപ്പിലാണ് ഇവിടെ കടന്നു വരുന്നതെങ്കിലും യേശു കരുണയുള്ള കർത്താവാണ്. One of the things that I appreciate in Jesus is that he welcomes everyone and all people. ഒരു കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കർത്താവിനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു. അവൻ ഏത് വ്യക്തിയെയും എപ്പോഴും സ്വീകരിക്കുന്നവനാണ്. That's why Jesus is standing here with open hands and says, "Come unto me, all who are burdened and heavy laden, I will give you rest. Come." അതുകൊണ്ടാണ് കർത്താവ് രണ്ട് കരങ്ങളും വിരിച്ചുകൊണ്ട് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ കഴിഞ്ഞ ജനുവരി 18-ാം തീയതി
പെട്ടെന്ന് ഈ സഹോദരിക്ക് അതിൻ്റെ തൊട്ട് മുൻപത്തെ ആഴ്ചകളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഭയങ്കരമായിട്ട് തന്നെ ടെൻഷൻ അടിക്കുമായിരുന്നു. പെട്ടെന്ന് ഈ ജനുവരി 18-ാം തീയതി തൻ്റെ BP കണ്ടമാനമായിട്ട് അത് ഹൈ ആയി. ഇവർ വളരെ വേഗത്തിൽ തനിക്ക് ചെസ്റ്റ് പെയിൻ ആരംഭിച്ചു. താൻ വളരെ വേഗത്തിൽ അവർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ചില ടെസ്റ്റുകളും സ്കാനുകളും എല്ലാം പറഞ്ഞിരുന്നു. സ്കാൻ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ടിൻ്റെ പമ്പിങ് വളരെ കുറവാണ്, അതിന് പ്രശ്നമുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കാർഡിയോളജി അവിടെ പോയിട്ട് കാർഡിയാക് ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല ഈ BP-യുടെ മരുന്ന് ഒത്തിരി നാളത്തേക്ക് റെഗുലറായിട്ട് അത് കഴിക്കണം, എന്നാൽ മാത്രമാണ് ആ പമ്പിങ് നോർമൽ ആകുകയുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. ഈ സഹോദരി പറയുന്നത് ആ ദിവസങ്ങളിൽ തന്നെ ഈ സഹോദരി നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിൽ, എറണാകുളത്തുള്ള നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ച് താൻ പ്രാർത്ഥിക്കുമായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് TV പ്രോഗ്രാമിലൂടെ നെഹമായ ഒരു ദിവസം ഇങ്ങനെ TV പ്രോഗ്രാമിലൂടെ താൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ദൈവമക്കളുടെ കുടുംബത്തിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് ചുറ്റും പരിശുദ്ധാത്മാവിൻ്റെ ഒരു വേലി ചുറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു ശത്രുവിനും അതിനുള്ളിലേക്ക് കടക്കാൻ കഴിയില്ല, യാതൊന്നിനും അതിനെ ഭേദിക്കാൻ കഴിയില്ല എന്ന് നെഹമായ പറഞ്ഞു. ഈ സഹോദരി പറയുന്നത് പറഞ്ഞ സമയത്ത് പൊടുന്നനെ ഒരു ദൈവത്തിൻ്റെ ശക്തി പോലെ ഒരു വിശ്വാസം തൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി. ഈ സഹോദരി പറയുന്നത് അപ്പോൾ തന്നെ തൻ്റെ ശരീരത്തിൽ ഈ അതുവരെ ചെസ്റ്റ് പെയിനും ഇങ്ങനെ നോർമലാകാതെ BP ഒക്കെ ഉണ്ടായിരുന്നു. സഹോദരി പറഞ്ഞു മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സഹോദരി പറഞ്ഞു ആ സമയത്ത് ആ വിശ്വാസം വന്നു. ഉടനെ സഹോദരിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. സഹോദരി പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ സഹോദരി പിന്നെയും ഡോക്ടറെ അടുത്ത് ചെന്ന് പിന്നെയും ഡോക്ടർ പറഞ്ഞത് പ്രകാരം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തൻ്റെ BP നോർമലായി, തൻ്റെ ഹാർട്ടിൻ്റെ പമ്പിങ് പഴയതുപോലെ നോർമലായി, യാതൊരു പ്രശ്നമില്ലാതെ ഇരിക്കുന്നു. പരിപൂർണമായ ആ സമയത്ത് കർത്താവ് തന്നെ സൗഖ്യമാക്കി എന്നാണ് പറയുന്നത്. ഇപ്പം എത്ര നാളായി ഈ ഒരു കാര്യത്തിൽ നിന്ന് മാറ്റം കിട്ടിയിട്ട് വ്യത്യാസം? ഒരു 10 ദിവസത്തിനുള്ളിൽ. അപ്പം ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞ് എനിക്കിങ്ങനെ ചെക്കപ്പിന് ഞാൻ പോവുകയാണ്, എനിക്ക് വന്ന് സാക്ഷ്യം പറയണോ, അല്ല നിങ്ങൾ അഡ്രസ്സ് തരുവാന്ന് ചോദിച്ചു. അപ്പം പേര് പറയും, ഞങ്ങൾ പേരൊന്നും പറയത്തില്ല. അപ്പം എനിക്ക് സാക്ഷ്യം പറയാൻ പ്രേയറിന് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറയണമല്ല. അപ്പം എന്നിലൊരു വിശ്വാസം, എനിക്ക് തീർച്ചയായിട്ടും സാക്ഷ്യം പറയാൻ ഇവിടെ വരാൻ പറ്റുമെന്നുള്ളത്. അതുപോലെ തന്നെ ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യും. സൗഖ്യം കൊടുത്തു. കൈകൾ അടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാലും. കൈകൾ നീട്ടി ഈ സഹോദരിയെ നമുക്കൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ധാരാളമായി അനവധിയായി പകർന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഇന്ന് ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളിലും വെള്ളത്തിൻ്റെ മുകളിൽ നടന്ന അതേ യേശു അവരുടെ പ്രശ്നങ്ങളുടെ മുകളിൽ നടന്ന് അവരെ കർത്താവെ കൈപിടിച്ച് മറുകര എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഏത് പ്രശ്നത്തിലും സാമ്പത്തികമായ ഇടപാടുകളിൽ വലിയ തകർച്ച സംഭവിച്ച് ഇനി മറുകര എത്തുമോ എന്ന് വരെ ചിന്തിക്കുന്ന പല വ്യക്തികളും കുടുംബങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും, ഞാൻ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ യേശു വെള്ളത്തിൻ്റെ മുകളിൽ നടന്ന് നിങ്ങളുടെ അടുക്കലെത്തി. പത്രോസ് മുങ്ങി താഴാൻ പോകുമ്പോൾ കൈ പിടിച്ച് നടത്തിയതുപോലെ, വെള്ളത്തിന് മുകളിൽ നടന്ന് മറുകര എത്തിയതുപോലെ കർത്താവ് നിങ്ങളെയും സഹായിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, നീ അത് ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ത്രോട്ട് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ശരീരത്തിലെ പല സ്ഥലങ്ങളിലുള്ള നീര് വന്ന് കെട്ടിക്കിടക്കുന്നത് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കാലിൻ്റെ ഉപ്പൂറ്റിയിൽ വിണ്ട് കയറി വലിയ പ്രയാസം അനുഭവിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകാൻ തുടങ്ങട്ടെ. കാലിൽ മുട്ടുകാലിൻ്റെ താഴേക്കുള്ള അസ്ഥി, അവിടെ പെയിൻ അനുഭവിക്കുന്ന, കാല് നിലത്ത് ചവിട്ടുമ്പോൾ വേദനയുള്ള ചില വ്യക്തികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള തലച്ചോറിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. മറ്റൊന്ന് ശ്വാസകോശങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ, രശ്മി എന്നു പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ശ്വാസകോശങ്ങളിൽ തകരാറുള്ള രശ്മി കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി ഈ സമയം തന്നെ വിടുതൽ പ്രാപിക്കട്ടെ ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ വയറിനകത്തുള്ള പ്രയാസങ്ങൾ, ചില മുഴകൾ, കുരുക്കൾ
രക്തസ്രവം തുടങ്ങിയത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ച് നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും, രോഗമാകാം, കുടുംബ പ്രശ്നമാകാം, ജോലി സംബന്ധിച്ചുള്ളതാകാം, ബിസിനസ് സംബന്ധിച്ചതാകാം, ഏതാണെങ്കിലും ഈ TV സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ച് വിടുതൽ സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവ് നിൻ്റെ കൈ കൂടെ നീട്ടി ഓരോരുത്തരെയും തൊടണമേ. വേദനകൾ മാറട്ടെ, മാനസികമായ പ്രയാസങ്ങൾ മാറട്ടെ, മനസ്സിനകത്ത് സമാധാനം ഉണ്ടാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലുകൾ ഇപ്പോൾ തന്നെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, നീ അങ്ങനെ ചെയ്ത കൃപകൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. വിടുതലുകൾക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിൽ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ ഫാസ്റ്റിംഗ് പ്രെയർ, ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ത്രൂ ഔട്ട് ദിസ് വീക്ക് യു ആർ വെൽക്കം. തീർച്ചയായും വരണം. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകാൻ കർത്താവ് സഹായിക്കും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, CD-കൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഒരാളോടെങ്കിലും ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. തിങ്കൾ മുതൽ വെള്ളി വരെ ഇതേ ചാനലിൽ ഇതേ സമയത്ത് വാച്ച് ചെയ്യാൻ പറയുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.